ഹായ് ഗേസ്, പണിയില്ല ടോക്സിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ പറയാൻ പോകുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. എന്തുകൊണ്ട് എല്ലാ സ്ഥലത്തും ബോയ്സിനെ മാത്രം ഇരയാക്കപ്പെടുന്നു, എല്ലാം ബോയ്സ് മാത്രം പ്രയോറിറ്റൈസ് ചെയ്യുന്നു. പ്രയോറിറ്റൈസ് മീൻസ് ഇൻ ദ കേസ് അഡ്വാൻറ്റേജസിലല്ല, അതായത് ഉപകാരങ്ങളിലല്ല, ഉപകാരം ഇല്ലാത്തതിലൊക്കെ എന്തുകൊണ്ട് ബോയ്സ് മുകൾ തട്ടിൽ നിൽക്കുന്നു. എക്സാമ്പിൾ, ഗേൾസ് പറയും ബോയ്സിന് ഭയങ്കര സ്വാതന്ത്ര്യമാണ്, മറ്റേതാണ്, തേങ്ങയാണെന്നൊക്കെ. ആ സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ബോയ്സും ആഫ്റ്റർ ഡിഗ്രി ഓർ കോളേജ് ദേ ഗോ ടു സം ജോബ്സ്. അല്ലെങ്കിൽ ചിലപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് തന്നെ അവരൊക്കെ പണിക്ക് പോകുന്നതായിരിക്കും, പണിക്ക് പോകാൻ നിൽക്കുന്നവരായിരിക്കും. ഇപ്പോഴത്തെ എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്, പ്ലസ് ടു കഴിഞ്ഞ ഉടനെ പണിക്ക് പോകാന്ന്. അപ്പോൾ അവർക്ക് ഒരു പണിക്ക് പോകുന്നിടത്തുനിന്ന് ഇന്ന സമയത്ത് തന്നെ തിരിച്ചു കയറുമെന്ന് പറയുന്നില്ലല്ലോ. ആ പറയുന്നതിലും എനിക്കൊരു കാര്യമുണ്ട്. ഗേൾസിന് എന്തുകൊണ്ടാണ് പുറത്ത് വിടാത്ത, സ്വാതന്ത്ര്യം കുറയുന്നത് എന്ത് വെച്ചാൽ എല്ലാവർക്കും പേടിയാണ്. അവർ ഈ സമയത്തിന് ശേഷം പുറത്തു പോയാൽ എന്തെങ്കിലും സംഭവിക്കും. ഗേൾസിനെ ഭയങ്കരമായിട്ട് കാണുന്നത്. വൈ ഷുഡ് യു ഗൈസ് ആർ ഡോണ്ട് കെയർ അബൌട്ട് ദിസ് ഇൻ ബോയ്സ്? അതായത് ബോയ്സിന്റെ കാര്യം വരുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഇത് കെയർ ചെയ്യുന്നില്ല? നമ്മളെന്താ 6 മണിക്ക് ശേഷം പുറത്തു പോയാൽ പാമ്പ് അടിക്കൂലേ? അപ്പോ ഗേൾസിനെ പുറത്ത് വിട്ടാലും ഒരു പ്രശ്നമില്ല. നമ്മൾ ഈവൻ നമുക്ക് സംഭവിക്കാവുന്നതേ ഉള്ളൂ, ഗേൾസിന് മാത്രം സംഭവിക്കുമെന്നൊന്നുമില്ല. അതാണ്, നമ്മൾ എന്താ പിടിച്ചു പറിച്ചു പോകില്ലേ? കള്ളന്മാര് വന്ന് നമ്മളെയും പിടിച്ചു പറിക്കും. അപ്പൊ പിന്നെ അതിലൊന്നും കാര്യമില്ല. അതുപോലെ തന്നെയാണ് എല്ലാ കേസിലും. ഗേൾസ് പറഞ്ഞാൽ അവർക്ക് മാത്രം ഒരു വല്ലാത്ത പ്രയോറിറ്റി അഡ്വാൻറ്റേജസിന്റെ കാര്യത്തിൽ. ബാക്കി കേസിന്റെയും എല്ലാ കാര്യത്തിലും ബോയ്സിന് ഒരു അഡ്വാൻറ്റേജ്, പ്രയോറിറ്റി. അതായത് എന്ത് കേസ് വന്നാലും ബോയ്സ് ആണ് ചെയ്തത്. അവർ ഒരു ആളെ ചൂണ്ടിക്കാണിച്ചാൽ പിന്നെ അതിനൊരു അപ്പീലില്ല. പിന്നെ അവർ അത്രയും വലിയൊരു മെന്റൽ സ്ട്രെസ്സിലൂടെ അവർ കടന്നു പോകും. എന്തുകൊണ്ട് ബോയ്സ്? വൈ ഷുഡ് ദീസ് ഗൈസ് ആർ ഡോണ്ട് കെയർ അബൌട്ട് ബോയ്സ് ഇൻ ഫ്രീഡം? ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. അത്രേ പറയുള്ളൂ. അപ്പോൾ ബൈ.